നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദംപുരി. പരദേവതയെക്കുറിച്ച് അല്ലെങ്കിൽ കുലദേവതയെക്കുറിച്ച് നിരവധി പ്രാവശ്യം നമ്മൾ സംവദിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ഭഗവത് സ്വരൂപമാണ് ഒന്നല്ലേ കുലദേവത അല്ലെ പരദേവത. അങ്ങനെ പല പേരിൽ അറിയപ്പെടും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചു, ഈ പരദേവതാ ക്ഷേത്രം അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ എന്ന് ചോദിച്ചു. അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ പരദേവതാ ക്ഷേത്രം എന്ന് നിരവധി ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ കുലദേവതയും പരദേവതയും ഉണ്ട്. അപ്പോൾ ഈ കുലദേവത പരദേവത തമ്മിൽ വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ ചെറിയ വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില വീടുകളിൽ, ചില പഴയ കാലത്തെ നായന്മാരുടെ തറവാടുകളിൽ, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ തറവാടുകളിൽ, അല്ലെങ്കിൽ ഹിന്ദു ഈഴവ കുടുംബങ്ങളിലൊക്കെ കുടുംബത്ത് തന്നെ ഒരു വെച്ച് സേവ പോലെ ഒരു സർപ്പം ഒരു ഭഗവതിയോ, അല്ലെങ്കിൽ ഒരു ഭഗവതിയോ രക്ഷസോ, അല്ലെങ്കിൽ രക്ഷസോ ഒരു യോഗീശ്വരനോ, അല്ലെങ്കിൽ ഒരു വെള്ളാം ഭഗവതി, അങ്ങനെ എന്തെങ്കിലും ഒരു വെച്ച് സേവ പോലെ ഉണ്ടാവും. വർഷത്തിലൊരിക്കൽ ആചരണം, ഇടയ്ക്കൊരു ആചരണം, അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു കുലദേവതാ സമ്പ്രദായത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്കുള്ള ഒരു എന്താ പറയണേ, കുലത്തിന്റെ ദേവത എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ആ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ദേവസങ്കല്പമാണ്. അതിനെയും നമ്മൾ നമ്മുടെ സ്വന്തം പരദേവതാ സങ്കല്പത്തെ ആശ്രയിക്കും. അതുപോലെ തന്നെ നമുക്കൊരു മൂലകുടുംബ ക്ഷേത്രം ഉണ്ടാവും. നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ തറവാട് ജനിച്ചപ്പോൾ തന്നെ ഒരു മൂലകുടുംബ ക്ഷേത്രം ഉണ്ടാവും. ആ മൂലകുടുംബ ക്ഷേത്രത്തെയും നമ്മൾ പരദേവതയായിട്ട് ആചരിക്കാറുണ്ട്. അങ്ങനെ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കുടുംബത്തിൽ എന്ത് അമ്പലങ്ങളുണ്ടെങ്കിലോ, കുടുംബത്തിൽ എത്ര സർപ്പങ്ങളോ അല്ല ദേവിമാരോ ഇരിപ്പുണ്ടെങ്കിലും നമ്മൾക്ക് അതിനോട് മൂലം, നമ്മുടെ മൂലം എന്ന് പറഞ്ഞാൽ അടിയിലത്തെ വേരെന്ന് തന്നെയാണ്, നമ്മുടെ തറവാടുമായി നമ്മുടെ പാരമ്പര്യവുമായി ചേർന്ന ഒരു ക്ഷേത്രമുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. സംശയം 100% വേണ്ട. അപ്പം അങ്ങനെ ഒരു അമ്പലം തന്നെ നമുക്കുണ്ട്. അത് നമ്മൾ തപ്പിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഏത് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുമ്പോഴും, ഏത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും, ഏത് അമ്പലത്തിൽ പോകുമ്പോഴും അതിൻ്റെ പൂർണ്ണഫലം കിട്ടണമെങ്കിൽ, നമ്മൾ എത്ര നാമം ജപിച്ചാലും എത്ര കീർത്തനങ്ങൾ ജപിച്ചാലും അതിൻ്റെ പൂർണ്ണഫലം കിട്ടണമെങ്കിൽ നമ്മുടെ പരദേവതയുടെ അനുഗ്രഹം വേണം. പരദേവതാ ക്ഷേത്രത്തിൽ തൊഴുതാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് വളരെ കഷ്ടപ്പെട്ടൊരു കേമായൊരു അമ്പലത്തിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുവാണ്, നിന്റെ പരദേവത ഏതാണ്, അവിടെ തൊഴാതെ നീ എന്നെ തൊഴാൻ വന്നതെന്ന് അദ്ദേഹത്തിന് തോന്നില്ലേ? അതായത് വീട്ടുചോറൊന്നുണ്ടെങ്കിൽ വിരുന്ന് ചോറുള്ളെന്ന് പറയും. വീട്ടിൽ വിലയില്ലാത്തവർ നാട്ടിൽ വിലയില്ല. വീട്ടിലൊരു വിലയില്ലെന്ന് വെച്ചാൽ അവർ നാട്ടിലാരും മൈൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്ത ഒരാൾ അടുത്തുള്ള അനാഥാലയത്തിൽ അന്നദാനം നടത്തുന്ന പോലെയാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം, നമ്മളെ പൊന്നുപോലെ മകന്റെ രീതിയിൽ, നമ്മളെ മകളെ പോലെ അവരുടെ മടിത്തട്ടിൽ വളർത്തി നമുക്ക് വഴക്ക് പറയാവുന്ന, പിണങ്ങാവുന്ന, സ്നേഹിക്കാവുന്ന, എന്ത് പറഞ്ഞാലും കേൾക്കുന്ന നമ്മുടെ പരദേവത തൊഴുമ്പോൾ കിട്ടുന്ന ഫലം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്, അതികേമാണ്. അതിനപ്പുറത്തേക്കൊരു ഈശ്വര സങ്കല്പം. ആദ്യ ഭഗവാൻ, നമ്മുടെ ജീവിതത്തിലെ ആദ്യ ഗുരു ആരാന്ന് വെച്ചാൽ അത് അമ്മയും അച്ഛനും ആണ് എന്ന് പറയുന്ന പോലെ ആദ്യ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പരദേവതാ സങ്കല്പമാണ്. ഇപ്പൊ ചോദ്യം എവിടെയല്ല കിടക്കണേ, ഇത് അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ എന്ന് വെച്ചാൽ. അപ്പൊ എനിക്കൊരു സംശയം, അച്ഛനാണോ നമുക്ക് വേണ്ടാത്തത്, അമ്മയാണോ നമുക്ക് വേണ്ടാത്തത്? അച്ഛൻ ഇല്ലെങ്കിൽ നമ്മളുണ്ടോ, അമ്മയില്ലെങ്കിൽ നമ്മൾക്കുണ്ടോ? അപ്പൊ ആചാര്യപ്രമാണം പൂർവീകരായി ചിലർ പറയും, ഞങ്ങൾ ഇന്ന കാസ്റ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന വഴിയേ ഉള്ളൂ, മറ്റേ വഴി ഞങ്ങൾ നോക്കില്ല. ചിലർ പറയും, ഞങ്ങൾ ഇന്ന കാസ്റ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന വഴിയാണ്, മറ്റേ വഴി നമുക്ക് ആവശ്യമില്ല, തൊഴേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഇത് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ പണ്ട് തൊട്ട ആചരണത്തിൽ, അല്ലെങ്കിൽ പുരാതന കാലം തൊട്ട് നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരാണെങ്കിലും ആചാര്യന്മാരുൾപ്പെടെ പരദേവതാ ദർശനം നടത്തണം, കുലദേവതാ ദർശനം നടത്തണം, നമ്മുടെ മൂലകുടുംബ ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴുതിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അച്ഛൻ്റെ വേണോ അമ്മയുടെ വേണോ എന്ന് പറയാത്തത് കൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ പരദേവതാ ക്ഷേത്രവും അമ്മയുടെ പരദേവതാ ക്ഷേത്രവും തുല്യമാണ്, ഒരുപോലെ പ്രാധാന്യമാണ്, ഒരേപോലെ തൊഴേണ്ട സ്ഥലങ്ങളാണ്. കാരണം അച്ഛനും അമ്മയ്ക്കും നമുക്ക് രണ്ടല്ലാത്തടത്തോളം കാലം, അച്ഛനും അമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധം രണ്ടല്ലാത്തടത്തോളം കാലം, അച്ഛനും അമ്മയും നമുക്ക് വേണ്ടപ്പെട്ട ആകുന്നിടത്തോളം കാലം അവരുടെ പരദേവതമാരും നമുക്ക് അതുപോലെ തന്നെയാണ്. അച്ഛൻ വഴിക്കുള്ള പരദേവതയും
അമ്മ വഴിക്കുള്ള പരദേവതയും അല്ലെങ്കിൽ മൂലകുടുംബ ക്ഷേത്രം അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആ സങ്കല്പത്തിൽ നോക്കുന്ന അമ്പലങ്ങൾ 100% ആ 100% ആ ക്ഷേത്രങ്ങൾ നമുക്ക് അനുകൂലം തന്നെയാണ്. അതിൻ്റെ ആവശ്യകത നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ അതിനൊരു കോംപ്രമൈസ് വേണ്ട. നമ്മൾ 2 ക്ഷേത്രങ്ങളും ഒരേപോലെ തൊഴുതിരിക്കണം. ഇനി ഈ കുലദേവതാ ക്ഷേത്രങ്ങളിൽ അച്ഛൻ വഴിക്കും അമ്മ വഴിക്കും നമ്മൾ എപ്പോഴൊക്കെ പോകണം? എനിക്കറിയാം, ഒരു 15 കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും വർഷത്തിൽ ഒന്ന് പോകുന്ന വ്യക്തികളെ എനിക്കറിയാം. അങ്ങനെയല്ല, നമ്മളൊരു 30-35 കിലോമീറ്റർ പരിസരത്താണ് നമ്മുടെ പരദേവതാ ക്ഷേത്രം, നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബക്ഷേത്രമെങ്കിൽ നമ്മളൊരു 3 മാസത്തിലൊരിക്കലെങ്കിലും അവിടെ പോയി ദർശനം നടത്തണം. ഏകദേശം 100 കിലോമീറ്റർ അങ്ങാപ്പുറമാണെങ്കിൽ ഒരു 6 മാസത്തിലെങ്കിലും നമ്മൾ പോയിരിക്കണം. 100 കിലോമീറ്റർ ആണെങ്കിൽ മാത്രമാണ് വർഷത്തിൽ 2 തവണ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു 10, 35, 40 കിലോമീറ്റർ ഉള്ളെങ്കിൽ 3 മാസത്തിലൊരിക്കൽ നമ്മുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിൽ, പല പേരില്ല പല നാട്ടിലറിയണം, അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ പേരുകളും ഉപയോഗിക്കണം. കുടുംബക്ഷേത്രം അല്ലെങ്കിൽ മൂലകുടുംബക്ഷേത്രം അല്ലെങ്കിൽ പരദേവതാ ക്ഷേത്രം അല്ലെങ്കിൽ കുലദേവതാ ക്ഷേത്രം എന്ന് പറയണേ, നമുക്കടെ ആ ക്ഷേത്രത്തിൽ എവിടെയാണോ അവിടെ പോയി നമ്മൾ 3 മാസത്തിലൊരിക്കലെങ്കിലും ദർശനം നടത്തിയിരിക്കണം. നമ്മുടെ സർവ്വ തെറ്റുകളും പൊറുക്കുന്ന ഒരു കോടതിയാണ് നമ്മുടെ പരദേവത. നമ്മുടെ സർവ്വ നന്മയ്ക്കും നമുക്ക് വളക്കൂറായ മണ്ണൊരുക്കുന്നതാണ് നമ്മുടെ പരദേവത. നമുക്ക് എന്തു വേണേലും ചോദിക്കുകയും എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാൻ വരുന്ന നമ്മുടെ സ്വന്തം അമ്മയുടെ അടുത്ത് എപ്രകാരം നമുക്ക് പെരുമാറുമോ അപ്രകാരം നമുക്ക് പെരുമാറാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ പരദേവത. അതുകൊണ്ട് തന്നെ പരദേവതയുടെ ശക്തി അതിപ്രാധാന്യമാണ്. അതുമാത്രം മതിയോ? എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരം കുടുംബത്തിൽ വിളക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം നമസ്കരിച്ച് തൊഴുതുമ്പോൾ എൻ്റെ പരദേവതയായ ഭഗവതിയമ്മേ, എൻ്റെ പരദേവതയായ ഇന്ന ഭഗവതി, എൻ്റെ പരദേവതയായി നിൽക്കുന്ന ഇന്ന ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് അവിടെ തുടങ്ങിയതിന് ശേഷം വേണം ബാക്കിയുള്ളവരിലേക്ക് പോകാൻ. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ വേണം, യാതൊരു സംശയവും വേണ്ട. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ പരദേവതാ ക്ഷേത്രത്തിലെ ഭഗവാന്മാരെ ഭഗവതിമാരെ നമ്മൾ വളരെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റ് ദേവതമാരിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ആ പരദേവതയുടെ അനുഗ്രഹം ഉണ്ടല്ലേ മറ്റുള്ളവരിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. ഇതിനൊക്കെ എല്ലാ വ്യക്തികളുമായ ഒരു ഈശ്വര സങ്കല്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബദേവതയ്ക്ക് അതിപ്രാധാന്യമാണ്, അതിശക്തമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ നമ്മൾ എന്തെങ്കിലും വാർഷികമായ ആചരണം ഉണ്ടെങ്കിൽ, കുടുംബപരമായ ദേവീദേവന്മാരുടെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, കുടുംബത്തിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആ കർമ്മത്തിലും നമ്മൾ കുടുംബക്കാർ മുഴുവൻ ഒരുമിച്ച് നിൽക്കണം, ആ കർമ്മത്തിൽ പങ്കെടുക്കണം. അതിൻ്റെ അവിടുന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പാടില്ല. ഈ 2 കാര്യങ്ങളും നമുക്ക് ഒരേ തുല്യ ശക്തികളാണ്. കുടുംബത്തിൽ നമ്മൾക്ക് വെച്ച് ആരാധിക്കുന്ന ഏതെങ്കിലും ഈശ്വര സങ്കല്പമുണ്ട്, അവരുടെ ആചരണ രീതിയും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ഷേത്രാചരണം ഉണ്ടാവും, ഒരമ്പലവുമായി നമ്മുടെ കുടുംബത്തിന് ബന്ധം ഉണ്ടാവും, ഒരു മൂലകുടുംബം ഉണ്ടാവും, സംശയം വേണ്ട. ആ മൂലകുടുംബവുമായുള്ള ബന്ധത്തിലും അവിടുത്തെ ആചരണ രീതിയും ഒരു ജീവിതത്തിലെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന, അവൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വരുന്ന, അല്ലെ അവൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ അവനെ ഐശ്വര്യത്തിലേക്ക് കൊണ്ടുവരാൻ വരുന്ന, നമുക്കുടെ കാര്യങ്ങൾ പറഞ്ഞ് കരയാൻ പറ്റുന്ന, സങ്കടം കാണിക്കാൻ പറ്റുന്ന, ചിരിക്കാൻ പറ്റുന്ന, കളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നല്ല ഭഗവാന്റെ മടിത്തട്ടാണ് പരദേവതാ ക്ഷേത്രം. അപ്പൊ അതിൻ്റെ നന്മയോടുകൂടി തന്നെ അച്ഛൻ വഴിക്കായാലും അമ്മ വഴിക്കായാലും അത് വേർതിരിവില്ലാതെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ ഫലം കിട്ടുന്നത്, ആ ഗുണം കിട്ടുന്നത്. അച്ഛനില്ലാതെ മകനില്ല, അമ്മയില്ലാതെ മകനുമില്ല, അച്ഛനില്ലാതെ മകളുമില്ല, അമ്മയില്ലാതെ മകളുമില്ല. രണ്ടും തുല്യ പ്രാധാന്യമാണ് അത് ചെയ്തിരിക്കുക. യാതൊരു സംശയവും വേണ്ട. നമസ്കാരം ഗോവിന്ദ.